നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ കാട്ടുതീയിൽ മരണസംഖ്യ ഉയരുന്നു. ഔദ്യോഗികമായി 11 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ മരണസംഖ്യ വൻതോതിൽ ഉയരുമെന്നാണ് സൂചനകൾ. ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളും സ്വത്തുവകകളുമാണ് അഗ്നി വിഴുങ്ങിയത്. ഒളിമ്പിക് താരമായ ഗാരി ഹാൾ ജൂനിയറിന്റെ വീടും മെഡലുകളും ചാമ്പലായി. 10 ഒളിമ്പിക്സ് മെഡലുകളും പസഫിക് പാലിസേഡിലെ വീടും കത്തിനശിച്ചതായി ഗാരി ഹാൾ പറഞ്ഞു. അമേരിക്കൻ നീന്തൽ താരവും ഒളിമ്പ്യനുമായ ഗാരി ഹാൾ ജൂനിയർ കരിയറിൽ നേടിയത് 10 ഒളിമ്പിക് മെഡലുകളായിരുന്നു. എന്നാൽ ആ 10 മെഡലുകളും ചാരമായി മാറുകയായിരുന്നു. കാട്ടുതീ 10,000-കണക്കിന് ഹെക്ടർ ഭൂമി ചാരമാക്കുകയും അത്രയുമേറെ വീടുകളും കെട്ടിടങ്ങളും ചാമ്പലാക്കുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങളുമായി ഓടി രക്ഷപ്പെട്ടവരിൽ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകളുമുണ്ട്. ദക്ഷിണ കാലിഫോർണിയയെ ഏതാണ്ട് പൂർണ്ണമായും ചാമ്പലാക്കിയ കാട്ടുതീ ലക്ഷക്കണക്കിന് പേരെയാണ് അഭയാർത്ഥികളാക്കിയത്. ശക്തമായ വരണ്ട കാറ്റ് ഇടവേളകളില്ലാതെ വീശുന്നതിനാൽ തീയണയ്ക്കാനുള്ള ദൗത്യത്തിന് തടസ്സം നേരിടുകയാണ്. ലോസ് ഏഞ്ചൽസിലെ സമ്പന്ന ടൗണുകളും അഗ്നിക്കിരയായതോടെ പ്രമുഖ ഹോളിവുഡ് താരങ്ങളടക്കം ഭവനരഹിതരായി. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കം 12,000 കെട്ടിടങ്ങളും എരിഞ്ഞമർന്നു.